ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് സെഷനിലെ കഴിഞ്ഞ ഓഗസ്റ്റ് 18 മുതൽ 23 വരെയുള്ള കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിനെ കുറച്ച് MCQ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം, വിച്ച് ബാങ്ക് ഇൻട്രൊഡ്യൂസ്ഡ് 4 lakh collateral free loan scheme for Agniveers to mark India's 79th Independence Day? അപ്പോൾ ഇന്ത്യയുടെ 79ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ മാർക്ക് ചെയ്യാനായിട്ട് അഗ്നിവീർസിന് വേണ്ടി, അഗ്നിവീർ റിക്രൂട്ട്മെന്റ് ഒക്കെ ഇല്ലേ, 4 വർഷത്തേക്ക് അഗ്നിവീർ റിക്രൂട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ 4 വർഷത്തേക്ക് ആർമിയിൽ സേവനം അനുഷ്ഠിക്കാം. അങ്ങനെ അഗ്നിവീർസിന് വേണ്ടിയിട്ട് 4 ലക്ഷം രൂപ കൊളാറ്ററൽ ഫ്രീ ആയിട്ട്, അതായത് സെക്യൂരിറ്റി ഒന്നുമില്ലാതെ ലോൺ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാങ്ക് ഏതായിരിക്കും? നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ് അഗ്നിവീർസിന് വേണ്ടിയിട്ട് കൊളാറ്ററൽ ഫ്രീ ആയിട്ട് 4 ലക്ഷം രൂപ വരെ ബാങ്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്ക് ഏതാണ്? SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. Which Indian state was awarded by Union Health Minister JP Nadda for having the maximum number of organ donations? അപ്പോൾ maximum number of organ donations അവാർഡ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്, ആ ഒരു ഓർഗൻ ഡൊണേഷൻസ് നടത്തിയിട്ടുള്ള സ്റ്റേറ്റ് ആയിട്ട് അവാർഡ് ലഭിച്ചത് ഏത് സ്റ്റേറ്റിനാണ്, ഏത് സംസ്ഥാനത്തിനാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്? ഏതാണ്? തെലങ്കാനയ്ക്കാണ് മാക്സിമം ഓർഗൻ ഡൊണേഷൻ നടത്തിയതിന്റെ അവാർഡ് ലഭിച്ചത്. ആ അവാർഡ് ആരാണ് നൽകിയത്? യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ JP നദ്ദ. അപ്പൊ ദ റൈസ് ഓഫ് ദി ഹിറ്റ്മാൻ, നമ്മുടെ ക്രിക്കറ്റർ രോഹിത് ശർമ്മയുടെ ബയോഗ്രഫിയാണ് റൈസ് ഓഫ് ദി ഹിറ്റ്മാൻ. അപ്പൊ ഈ ഒരു ബയോഗ്രഫി, ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തത് ഏത് പബ്ലിഷിംഗ് കമ്പനിയാണ് ഇത് പബ്ലിഷ് ചെയ്തത്? രൂപ പബ്ലിക്കേഷൻസ് ആണ് ദ റൈസ് ഓഫ് ദി ഹിറ്റ്മാൻ ബയോഗ്രഫി, രോഹിത് ശർമ്മയുടെ ബയോഗ്രഫി ദ റൈസ് ഓഫ് ദി ഹിറ്റ്മാൻ പബ്ലിഷ് ചെയ്തത് രൂപ പബ്ലിക്കേഷൻസ്. നശാമുക്ത് ഭാരത് അഭിയാൻ, ഡ്രഗ്സ് ഫ്രീ ഇന്ത്യ ക്യാമ്പയിൻ എന്നാണ് ലോഞ്ച് ചെയ്തത്? ഓഗസ്റ്റ് 15-നാണ് ഡ്രഗ്സ് ഫ്രീ ഇന്ത്യ ക്യാമ്പയിൻ, നശാമുക്ത് ഇന്ത്യ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്ത്. അപ്പൊ ഏത് വർഷമാണ് ഈ ഒരു ക്യാമ്പയിൻ, നശാമുക്ത് ഭാരത് അഭിയാൻ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്ത്? ഏത് വർഷമാണ്? 2020-ലാണ് നശാമുക്ത് ഭാരത് അഭിയാൻ, ഡ്രഗ്സ് ഫ്രീ ഇന്ത്യ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തത്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ബി അപ്പോയിന്റഡ് ആസ് ദി ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ GCC ഇന്ത്യ ട്രേഡിന്റെ കമ്മീഷണറായിട്ട്, ലക്ഷറി ഡിപ്ലോമസിയിൽ കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? HE സീനത്ത് ഖുറേഷി, ഒരു ഫിലിം ആക്ട്രസ് ആണ്, പ്രൊഡ്യൂസർ ആണ്. അപ്പോൾ HE സീനത്ത് ഖുറേഷി ആണ് ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ബി അപ്പോയിന്റഡ് ആസ് ദി ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ ഇന്ത്യ ട്രേഡിന്റെ ലക്ഷറി ഡിപ്ലോമസി കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത് ആരെയാണ്? HE സീനത്ത് ഖുറേഷി. Which country was the host of first World Humanoid Robot Games? First World Humanoid Robot Games, ആ ഒരു ഗെയിംസ് ഹോസ്റ്റ് ചെയ്തത് ഏത് രാജ്യമാണ് ഹോസ്റ്റ് ചെയ്തത്? ഏത് സിറ്റിയാണ് ഹോസ്റ്റ് ചെയ്തത്? ഏതാണ്? ചൈനയിലെ ബെയ്ജിംഗ് ആണ് ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഗെയിംസ് ഹോസ്റ്റ് ചെയ്ത രാജ്യം ചൈനയിലെ ബെയ്ജിംഗിലാണ് ഈ ഒരു ഇവന്റ് നടന്നത്. The Northeast Frontier Railway has partnered with which institution to introduce biodegradable alternatives to single-use plastic? അപ്പോൾ single-use പ്ലാസ്റ്റിക്കിന് പകരം ബയോഡീഗ്രേഡബിൾ ഓൾട്ടർനേറ്റീവ്സ് അത് കൊണ്ടുവരാനായിട്ട് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ട് റെയിൽവേ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടാണ് ടൈഅപ്പിൽ ഏർപ്പെട്ടിട്ടുള്ളത്? ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ്? IIT ഗുവാഹത്തിയുമായിട്ടാണ് ഈ ഒരു സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിനെ റീപ്ലേസ് ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ് കൊണ്ടുവരാനുള്ള ഒരു ടൈപ്പ് റെയിൽവേയും IIT ഗുവാഹത്തിയുമായിട്ട് ചെയ്തിട്ടുണ്ട്. In which district of Arunachal Pradesh did ISRO inaugurate a new space laboratory? അപ്പോൾ ISROയുടെ പുതിയ സ്പേസ് ലബോറട്ടറി അരുണാചൽ പ്രദേശിലെ ഏത് ഡിസ്ട്രിക്റ്റിലാണ് വരാൻ പോകുന്നത്? ഷിയോമി ഡിസ്ട്രിക്റ്റിലാണ് പുതിയ സ്പേസ് ലബോറട്ടറി വരാൻ പോകുന്നത്. Which ministry is responsible for the launch and implementation of Jal Jeevan Mission? പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഏതാണെന്ന് അല്ലേ? ജല ജീവൻ മിഷൻ ഏത് മിനിസ്ട്രി ആയിരിക്കും?
അതെ, ജലശക്തി മിനിസ്ട്രിയുടെയാണ് ജലജീവൻ മിഷൻ. 2024 ഇന്ത്യയിലെ എല്ലാ വീടുകളിലും, എസ്പെഷ്യലി റൂറൽ ഇന്ത്യയിലെ എല്ലായിടത്തും ടാപ്പ് വാട്ടർ ഫെസിലിറ്റി അവൈൽ ചെയ്യുന്ന ഇന്ത്യയുടെ ഒരു ഒരു സ്വപ്ന പദ്ധതി എന്ന് പറയാം ജലജീവൻ മിഷൻ. 2024 കംപ്ലീറ്റ് ആക്കണം എന്ന് വിചാരിച്ച മിഷനാണ്. അപ്പൊ ജലജീവൻ മിഷൻ കംപ്ലീറ്റ്ലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണ്? ഗോവ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ജലജീവൻ മിഷൻ പദ്ധതി ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്ത ആദ്യത്തെ സ്റ്റേറ്റ്. With which Indian state government has IBM signed a letter of intent to collaborate on quantum computing initiative? അപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇനിഷ്യേറ്റീവിൽ IBM ഏത് ഇന്ത്യൻ സ്റ്റേറ്റുമായിട്ടാണ് ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് LOI സൈൻ ചെയ്തിട്ടുള്ളത്? ഏത് ഇന്ത്യൻ സ്റ്റേറ്റുമായിട്ടാണ് ഈ ഒരു ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് IBM സൈൻ ചെയ്തിട്ടുള്ളത്? ഏതാണ്? മഹാരാഷ്ട്രയുമായിട്ടാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ എന്താണ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെൻറ് IBM കൂടി MOU സൈൻ ചെയ്തു. Which state cabinet approved the Minority Education Institution Bill? അപ്പോൾ മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബില്ല് അപ്രൂവ് ചെയ്തത് ഏത് സംസ്ഥാന ക്യാബിനറ്റ് ആണ്? ഏത് മന്ത്രിസഭയാണ്? ഉത്തരാഖണ്ഡാണ് മൈനോറിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബില്ല് അപ്രൂവ് ചെയ്തത്. So who was assigned the additional charge as Nagaland governor? നാഗാലാൻഡ് ഗവർണറായിട്ട് അഡീഷണൽ ചാർജ് ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? ആർക്കാണ് നാഗാലാൻഡ് ഗവർണറായിട്ടുള്ള അഡീഷണൽ ചാർജ് ലഭിച്ചത്? അജയ് കുമാർ ഭല്ല. അപ്പോൾ എൽ ഗണേശൻ ആരാണ്? എൽ ഗണേശൻ നാഗാലാൻഡിന്റെ ഗവർണർ ആയിരുന്നു. അദ്ദേഹം ഗവർണർ ആയിരിക്കുമ്പോൾ തന്നെ അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു അഡീഷണൽ ചാർജ് ആണ് ആർക്ക് ലഭിച്ചത്? അജയ് കുമാർ ഭല്ലയ്ക്ക് ലഭിച്ചത്. അപ്പൊ അജയ് കുമാർ ഭല്ല എന്താണ് നാഗാലാൻഡിന്റെ ഗവർണർ ആയിട്ടുള്ള അഡീഷണൽ ചാർജ് അജയ് കുമാർ ഭല്ലയ്ക്ക് ലഭിച്ചു. അദ്ദേഹം ഇപ്പോൾ എവിടുത്തെ ഗവർണറാണ്? മണിപ്പൂരിന്റെ കറണ്ട് ഗവർണറാണ്. ആര്? അജയ് കുമാർ ഭല്ല. So which country is set to launch the Venera D mission? Venera D mission ലോഞ്ച് ചെയ്യാൻ പോകുന്നത് വീനസ് എക്സ്പ്ലോറേഷൻ ആണ്. വീനസ് എക്സ്പ്ലോറേഷൻ നടത്താനുള്ള വെനേറ ഡി മിഷൻ ആരുടെയാണ്? അല്ലെങ്കിൽ ഏത് രാജ്യത്തിൻ്റെയാണ്? ഏത് രാജ്യമാണ്? റഷ്യയുടെയാണ് വെനേറ ഡി മിഷൻ. When is World Photography Day celebrated? World Photography Day ഏത് ദിവസമാണ് വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 19 വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ ആയിട്ട് എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്? ഓഗസ്റ്റ് 19. അപ്പൊ ഈ വർഷത്തെ തീം എന്താണ്? ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് മൈ ഫേവറേറ്റ് ഫോട്ടോയാണ് ഈ വർഷത്തെ വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ ബേസ് ചെയ്തിട്ടുള്ള തീം എന്ന് പറയുന്നത് മൈ ഫേവറേറ്റ് ഫോട്ടോ. ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 19 വേൾഡ് ഫോട്ടോഗ്രാഫി ഡേ. Which city has unveiled an artificial intelligence driven passenger corridor for instant immigration clearance? Okay, which city has unveiled an artificial intelligence driven passenger corridor? AI driven passenger corridor for instant immigration clearance. അപ്പോൾ instant immigration clearanceന് വേണ്ടിയിട്ട് AI driven passenger corridor അൺവെയിൽ ചെയ്തിട്ടുള്ള ലോഞ്ച് ചെയ്തിട്ടുള്ള ഏത് സിറ്റിയാണ്? ഏത് സ്ഥലമാണ്? ഏത് സിറ്റിയാണ്? ഏതാണ്? ദുബായ് ആണ്. റീസെന്റ് ആയിട്ട് AI പവേർഡ് എന്താണ് പാസഞ്ചർ കോറിഡോർ ഈ ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് AI പവേർഡ് പാസഞ്ചർ കോറിഡോർ അൺവെയിൽ ചെയ്തിട്ടുള്ള ഏത് സിറ്റിയാണ്? ദുബായ് ആണ്. അപ്പോൾ റീസെന്റ് ആയിട്ട് ദുബായ് വേറൊരു സംഭവം കൂടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ്? വൺ ഫ്രീ സോൺ പാസ്പോർട്ട്. വൺ ഫ്രീ സോൺ പാസ്പോർട്ട് അതായത് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദുബായിയുടെ പുതിയൊരു എന്താണ് ലോഞ്ച് ആണ് അല്ലെ? പുതിയൊരു പദ്ധതിയാണ് വൺ ഫ്രീ സോൺ പാസ്പോർട്ട്. വൺ ഫ്രീ സോൺ പാസ്പോർട്ടും AI ഡ്രിവൺ എന്താണ് പാസഞ്ചർ കോറിഡോറും ഇമിഗ്രേഷന് വേണ്ടിയിട്ടുള്ള AI ഡ്രിവൺ പാസഞ്ചർ കോറിഡോറും ഏത് സ്റ്റേറ്റ് ആണ്? ഏത് സിറ്റിയാണ്? ദുബായ്. Which organization signed an MOU with IIT Manipur to promote drone technology for defense? അപ്പോൾ ഡിഫൻസിൽ ഡ്രോൺ ടെക്നോളജി പ്രൊമോട്ട് ചെയ്യാനായിട്ട് IIT മണിപ്പൂർ ഏത് ഓർഗനൈസേഷനുമായിട്ടാണ് ടൈഅപ്പിൽ ഏർപ്പെട്ടിട്ടുള്ളത്? MOU സൈൻ ചെയ്തിട്ടുള്ളത്? ഏതാണ്? ആസാം റൈഫിൾസുമായിട്ടാണ് IIT മണിപ്പൂർ ഡ്രോൺ ടെക്നോളജി പ്രൊമോട്ട് ചെയ്യാനുള്ള MOU സൈൻ ചെയ്തു.
So which beauty pageant will host the 74th Miss Universe where Manika Vishwakarma will represent India? അപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മുടെ 75ാമത് മിസ് യൂണിവേഴ്സ് ഇന്ത്യ ആർക്കായിരുന്നു ലഭിച്ചത്? മണിക വിശ്വകർമ്മയ്ക്കാണ് 75ാമത് മിസ് യൂണിവേഴ്സ് ഇന്ത്യ ലഭിച്ചത്. അപ്പോൾ മണിക വിശ്വകർമ്മ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് 74ാമത് മിസ് യൂണിവേഴ്സ് പങ്കെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 74ാമത് മിസ് യൂണിവേഴ്സ് വേൾഡ് ബ്യൂട്ടി പാജന്റ് ആയിട്ടുള്ള മിസ് യൂണിവേഴ്സ് 74th എഡിഷൻ എവിടെ അല്ലെങ്കിൽ ആരാണത് ഹോസ്റ്റ് ചെയ്യുന്നത്? ഏത് രാജ്യമാണ് ഈ ഒരു 74ാമത് മിസ് യൂണിവേഴ്സ് പാജന്റ് ഹോസ്റ്റ് ചെയ്യുന്നത്? ഏതാണ് ഉത്തരം? ഏതാണ്? തായ്ലൻഡ് ആണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ മിസ് മണിക വിശ്വകർമ്മ ഇന്ത്യയിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ പട്ടം അല്ലെങ്കിൽ ഇന്ത്യ ക്രൗൺ ചെയ്തത് മണിക വിശ്വകർമ്മയാണ്. അപ്പൊ ആ ഇവന്റ് നടന്നത് എവിടെയാണ്? ജയ്പൂരിൽ വെച്ചിട്ടാണ് മിസ് യൂണിവേഴ്സ് ഇന്ത്യ ഇവന്റ് എന്താണ് ബ്യൂട്ടി പാജന്റ് നടന്നത്. Who is the current Press Registrar General of India who announced the launch of Press Seva Portal? അപ്പോൾ റീസെന്റ് ആയിട്ട് പ്രസ് സേവ പോർട്ടൽ ആരാണ് ലോഞ്ച് ചെയ്തത്? നമ്മുടെ കറണ്ട് പ്രസ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു പോർട്ടൽ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ആരാണ് നമ്മുടെ ഇന്ത്യയിലെ കറണ്ട് പ്രസ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ? അപ്പോൾ ആരാണ്? യോഗേഷ് ഭവാജയാണ് കറണ്ട് പ്രസ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പൊ അജയ് കുമാർ ഭല്ല ആരാണ്? അജയ് കുമാർ ഭല്ല മണിപ്പൂർ ഗവർണറാണ്. ഇപ്പോ എന്താണ് നാഗാലാൻഡിന്റെ ഗവർണറായിട്ടുള്ള അഡീഷണൽ പദവി കൂടി അജയ് കുമാർ ഭല്ലയ്ക്ക് ലഭിച്ചു. എൽ ഗണേശൻ എന്താണ് നാഗാലാൻഡ് ഗവർണറായിരുന്നു. അദ്ദേഹം ഗവർണർ ആയിരിക്കെ തന്നെ അന്തരിച്ചു. ആൻഡ് മണിക വിശ്വകർമ്മ ഇന്ത്യയുടെ 75ാമത് മിസ് യൂണിവേഴ്സ് എന്താണ് ബ്യൂട്ടി കോൺടെസ്റ്റിൽ മിസ് യൂണിവേഴ്സ് ഇന്ത്യ ആയിട്ട് ക്രൗൺ ചെയ്തത് മണിക വിശ്വകർമ്മയാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് 74ാമത് മിസ് യൂണിവേഴ്സിൽ പോകുന്നത് ആരാണ്? മണിക വിശ്വകർമ്മ. അപ്പോൾ SSC-CGL 2026 SSC-CGL എത്തിയിട്ടില്ല. അതിന് നോട്ടിഫിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കൊള്ളുക. കാരണം അടുത്ത വർഷം ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് അടുത്ത വർഷത്തെ CGL എന്തായാലും ക്രാക്ക് ചെയ്യാം. അപ്പം ഞങ്ങളോടൊപ്പം SSC-CGL 2026 പ്രിപ്പറേഷൻ നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കോഴ്സ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് AI പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാനേഴ്സ് ഉണ്ട്. 24/7 ഡൗട്ട് സോൾവിങ് അസിസ്റ്റന്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. സ്പെഷ്യൽ കറണ്ട് അഫെയർ സെഷൻസ് ഉണ്ട്. ടോപ്പിക് വൈസ് ഫോക്കസ് ചെയ്തിട്ടുള്ള സെഷൻസ് ഉണ്ടാകും. സ്പെഷ്യൽ റിവിഷൻ സെഷൻസ് ഉണ്ട്. ഡെഡിക്കേറ്റഡ് പേഴ്സണൽ മെന്റർഷിപ്പ് നിങ്ങളുടെ എക്സാമിന്റെ പ്രിപ്പറേഷൻ തുടങ്ങി നിങ്ങളുടെ എക്സാം എൻഡ് വരെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഡൗട്ടുകളും ക്ലിയർ നിങ്ങൾക്ക് മെന്റേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും ഫെസിലിറ്റീസ് അടങ്ങുന്ന നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കറണ്ട് അഫെയർസിലേക്ക് പോകാം. Which state chief minister launched the Shramashri scheme for migrant labour? Shramashri scheme migrant laborsന് വേണ്ടിയുള്ള Shramashri scheme ഏത് സ്റ്റേറ്റിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് ലോഞ്ച് ചെയ്തത്? ആരാണ്? വെസ്റ്റ് ബംഗാൾ CM ആയിട്ടുള്ള ആരാണ്? വെസ്റ്റ് ബംഗാൾ CM ആണ് ഈ ഒരു ശ്രമശ്രീ സ്കീം അത് ലോഞ്ച് ചെയ്തത്. വെസ്റ്റ് ബംഗാൾ CM മമതാ ബാനർജി ആണ് ഈ ഒരു ശ്രമശ്രീ സ്കീം ലോഞ്ച് ചെയ്തത്. Okay, what is the main purpose of Indian Institute of Management Amendment Bill 2025 which was passed by Lok Sabha? Lok Sabha പാസ് ചെയ്ത IIM Amendment Bill 2025ന്റെ മെയിൻ പർപ്പസ് എന്തായിരുന്നു മെയിൻ പർപ്പസ്? ആ ഒരു ബില്ലിൽ മെയിൻ ആയിട്ട് പറഞ്ഞ കാര്യം എന്താണ്? ഗുവാഹത്തിയിൽ പുതിയ IIM വരാൻ പറ്റും. ടു എസ്റ്റാബ്ലിഷ് എ ന്യൂ IIM ഇൻ ഗുവാഹത്തി. അപ്പൊ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു IIM Amendment ബില്ല് 2025 പാസ്സാക്കി. So which Indian oil company was the first to receive the International Sustainability and Carbon Certification? അപ്പോൾ ISCC ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഓയിൽ കമ്പനി ഏതാണ്? ഏത് കമ്പനിക്കാണ് ISCC ഇന്റർനാഷണൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് കാർബൺ സർട്ടിഫിക്കേഷൻ ലഭിച്ചത്? ഏതിനാണ്? നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് ISCC സർട്ടിഫിക്കേഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഭിച്ചത്. അപ്പൊ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും വേറൊരു ഒരു ഓർഗനൈസേഷൻ ഒരു എൻറ്റിറ്റിയുമായിട്ട് ചേർന്നിട്ട് SAF അതായത് എന്താണ് സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവലിന് വേണ്ടിയിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏത് എൻറ്റിറ്റിയുമായിട്ട് ചേർന്നിട്ടാണ് SAFന് വേണ്ടിയിട്ട് MOU സൈൻ ചെയ്തിട്ടുണ്ട്? ഏത് എൻറ്റിറ്റിയുമായിട്ട് ചേർന്നിട്ടാണ്
ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ IOC SAFന് വേണ്ടിയിട്ട് MOU സൈൻ ചെയ്തത് ഏതുമായിട്ട് ചേർന്നിട്ടാണ്? എയർ ഇന്ത്യയുമായിട്ട് ചേർന്നാണ്. എയർ ഇന്ത്യയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും കൂടി സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവലിന് വേണ്ടിയിട്ട് MOU സൈൻ ചെയ്തു. സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവലിന്റെ സപ്ലൈക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും എയർ ഇന്ത്യയും കൂടി MOU സൈൻ ചെയ്തു. What is the primary focus of newly formed joint working group between India and Saudi Arabia? അപ്പോൾ ഇന്ത്യയും സൗദി അറേബ്യയും കൂടി റീസെന്റ് ആയിട്ട് ഒരു ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അതിന്റെ മെയിൻ ആയിട്ടുള്ള അജണ്ട, മെയിൻ ആയിട്ടുള്ള എയിം എന്താണ്? മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് മാരിടൈം കോർപ്പറേഷൻ ഇൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് ആണ് ഇതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. So which of the following bill was not introduced by Amit Shah in the Lok Sabha according to provided text? അപ്പോൾ ലോക്സഭയിൽ നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ റീസെന്റ് ആയിട്ട് കുറച്ച് ബില്ലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇതിൽ താഴെ തന്നിട്ടുള്ളവയിൽ ഏത് ബില്ലാണ് റീസെന്റ് ആയിട്ട് നമ്മുടെ ഹോം മിനിസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്ത ബില്ല് ഏതാണ് നോക്കാം നമുക്ക്. ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ബില്ല് ചെയ്തിട്ടുണ്ടോ? ഓഫ് കോഴ്സ് റീസെന്റ് ആയിട്ട് ഈ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് 130ാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബില്ല് ചെയ്തു. യൂണിയൻ ടെറിട്ടറി അമെൻമെന്റ് ബില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതാണ് ഇല്ലാത്തത്? സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ലാണ് റീസെന്റ് ആയിട്ട് അൺവീൽ ചെയ്യാത്ത. അപ്പം റീസെന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത 3 ബില്ലുകൾ ഏതൊക്കെയാണ്? ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ബിൽ, ദെൻ യൂണിയൻ ടെറിട്ടറി അമെൻമെന്റ് ബിൽ. അപ്പൊ ഇത് 3മാണ് റീസെന്റ് ആയിട്ട് നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ അൺവെയിൽ ചെയ്തെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ല്. The Union Ministry of Home Affairs approved renaming of which place to Parashuram Puri? അപ്പോൾ പരശുരാം പൂരി എന്ന് റീനെയിം ചെയ്യുന്നത് ഏത് പ്ലേസിനെയാണ് പരശുരാം പൂരി എന്ന് റീനെയിം ചെയ്യുന്നത്? ഏത് പ്ലേസ് ആണ്? ജലാലാബാദിനെയാണ് പരശുരാം പൂരി എന്ന് റീനെയിം ചെയ്യുന്നത്. UPയിലുള്ള ഉത്തർപ്രദേശിലെ ജലാലാബാദിനെ പരശുരാം പൂരി എന്ന് റീനെയിം ചെയ്യുന്നു. യൂണിയൻ ഹോം മിനിസ്ട്രി റീനെയിം ചെയ്തു. സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെഷനിലെ അവസാനത്തെ ചോദ്യമാണ്. വാട്ട് ഈസ് ദ തീം ഫോർ ദി ഇന്റർനാഷണൽ ഡേ ഓഫ് റിമംബറൻസ് ആൻഡ് ട്രൈബ്യൂട്ട് ടു വിക്ടിംസ് ഓഫ് ടെററിസം? അപ്പൊ ഇന്റർനാഷണൽ ഡേ ഓഫ് റിമംബറൻസ് ആൻഡ് ട്രൈബ്യൂട്ട് ടു വിക്ടിം ഓഫ് ടെററിസം 2025 എന്നാണ് ഈ ഒരു ദിവസം എന്നാണ് ആചരിക്കുന്നത്? ഓഗസ്റ്റ് 21 ഇന്റർനാഷണൽ ഡേ ഫോർ റിമംബറൻസ് ആൻഡ് ട്രൈബ്യൂട്ട് ടു വിക്ടിംസ് ഓഫ് ടെററിസം. അപ്പൊ ഈ ഒരു ദിവസത്തിന്റെ തീം എന്താണ് ഈ ഒരു ദിവസത്തിന്റെ തീം എന്ന് പറയുന്നത്? ഏതാണ്? യുണൈറ്റഡ് ബൈ ഹോപ്പ് കളക്റ്റീവ് ആക്ഷൻ ഫോർ വിക്ടിംസ് ഓഫ് ടെററിസം. അപ്പൊ ഇതാണ് ആ ഒരു ട്രൈബ്യൂട്ട് ടു വിക്ടിംസ് ഓഫ് ടെററിസം ഇൻ 2025. അതിന്റെ തീം എന്ന് പറയുന്നത് യുണൈറ്റഡ് ബൈ ഹോപ്പ് കളക്റ്റീവ് ആക്ഷൻ ഫോർ വിക്ടിംസ് ഓഫ് ടെററിസം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഈ ഒരാഴ്ചയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുക, MCQs ഒക്കെ നോക്കി റിവൈസ് ചെയ്ത് നല്ല രീതിയിൽ പോവുക. നല്ല രീതിയിൽ നിങ്ങളുടെ എക്സാമിനൊക്കെ വേണ്ടി നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പം ഞങ്ങളും നിങ്ങളോടൊപ്പം നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് അടുത്ത കറണ്ട് അഫയേഴ്സ് സെഷനിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. ബൈ ബൈ.